ബ്രൗണി ചുമയുണ്ട് രണ്ടുപേർക്കും ചുമയും ജലദോഷമാണ്. ഇവർ കുറേ പറയുന്നു ബനാന വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ആക്കണമെന്ന്, ഒരു സ്വീറ്റ്. അപ്പോൾ ഒന്നിലെ കേക്ക് അല്ലെങ്കിൽ ബ്രൗണി. ഇത് ഉണ്ടാക്കി വരുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ബ്രൗണിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മളൊരു പഴം ഉടക്കണേ മുന്നത് പീൽ ചെയ്യണം. ഓക്കെ, അപ്പോ പഴം കുറച്ച് പഴുത്തിട്ടുള്ള പഴം ഉണ്ടായിരുന്നു. നിക്ക് ഞാൻ ഇത് ഒരു 2 പോർഷൻ ആക്കാം. അപ്പോ ഒരു പോർഷൻ ഇഷാനിക്ക് മാഷ് ചെയ്യാം, ഒരു പോർഷൻ സേറാക്ക് മാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അടിയാകും. ഓക്കെ, നീ തൊടരുത് കേട്ടോ. എന്തായാലും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നമ്മളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ TV കുറെ കാണുന്നേക്കാട്ടിയൊക്കെ നല്ലതാണ്. കുറച്ച് സമയമൊക്കെ ഇതുപോലെ എങ്ങനെ നീ വെയിറ്റ് ചെയ്യട്ടാ. ഓക്കെ, നീ കുറച്ച് ചെയ്താൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. ഓക്കെ, മനസ്സിലായി? അധികം ചെയ്യാൻ എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഈ സേറ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഇവരെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഞാൻ ചെയ്യാം, അതാ നല്ലത്. ചെയ്യട്ടെ, അങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. ഓക്കെ, നല്ല ശക്തിയിൽ അങ്ങനെ ഉടച്ചോ. അപ്പൊ അവര് രണ്ടുപേരും ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ അവരാക്കിയിട്ടുള്ളൂ. ഇപ്പോഴല്ല കുറച്ച് കേട്ടോ. അപ്പൊ ഇനി ഒന്നും കൂടി അതിനൊന്ന് മാഷ് ചെയ്യാനുണ്ട്. എവിടെ കണ്ടു? ഇത് കഴിയട്ടെ, ഈ ഒരു പണി കഴിയട്ടെ കേട്ടോ. അത്യാവശ്യം മാഷായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എഗ് എടുക്കാണ്. എഗ്ഗിനൊന്ന് പൊട്ടിക്കാം. പൊട്ടിച്ചോണ്ടിരിക്കല്ലേ, ഇന്നൊന്നും ആവുന്ന ലക്ഷണമില്ല. എന്ത് ഇത് ഞാനൊന്ന് ആക്കിയിട്ട് തരാം, കാരണം എനിക്ക് തെറിച്ചു പോയേ. കുറച്ച് സോൾട്ട് എടുക്കണായിരുന്നു. ഒരു മിനിറ്റ്, പോണില്ല ഞാൻ അത് ശരിയാ പറഞ്ഞത്. അവൾ ഇങ്ങനെ കാണിക്കുമ്പോ അത് പോകും. ഓക്കെ ഓക്കെ ഓക്കെ, സേറാ കൊഞ്ചല്ലേ, കൊഞ്ചല് കുറച്ച് കൂടിയിട്ടുണ്ട് ഈടെയായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് അതിലോട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്. നിനക്ക് വേറെ തരാം, ചോക്കോ ചിപ്സ് ആഡ് ചെയ്യേണ്ടത് നിനക്ക്. ഓക്കെ ഓക്കെ, കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നിക്ക് ഇതില് കുറച്ച് ഓട്സ് പൊടിച്ചത് നമ്മൾ ചേർക്കാണ്. അല്ല, ഇത് ഓട്സ് അല്ല, ഇതെന്താ, ഇത് കൽക്കണ്ടം പൊടിച്ചതാണ്. ഓക്കെ, ചേർത്തോ, കുഴപ്പമില്ല. തൊടണ്ടേ, ടച്ച് ചെയ്യാതെ കേട്ടോ. ഞാൻ ഇട്ടുകൊണ്ട് അവസ്ഥ ഇട്. കുറച്ച് പനം കൽക്കണ്ടാണ് ആഡ് ചെയ്തത്. ഇനി നെക്സ്റ്റ് കുറച്ച് ഓട്സ് പൊടിച്ച് വെച്ച ഓട്സ് ഇടുന്നുണ്ട്. കളയണ്ട ഇട്, രണ്ടുപേരും കൂടി എന്തൊക്കെയാക്കോ എന്തോ. അത് മൊത്തം ഇട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ഞാൻ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ, കഴിഞ്ഞില്ലേ? അത് കംപ്ലീറ്റ് ആയില്ലേ? ഇനി ബേക്കിംഗ് പൗഡർ ആണ്. കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ്
ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? മര്യാദക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവര് ഇഷാന് സ്കൂളിൽ പോകുമ്പോ ഇവള് ഉറങ്ങുന്ന ടൈമിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ തോന്നി അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ, എന്താ പറയാ അല്ലെ, ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇളക്കി മറിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എന്നാ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുള്ളപ്പോ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അവസാനം അതിടാൻ ആരൊക്കെയാ വരുന്നേ? അത് മൊത്തം ഇടല്ലേ നമുക്ക് ലാസ്റ്റ്. നിക്ക് അധികം ഇടയാൻ പാടില്ല, കുറച്ച് ഇടയാ മതി. എന്നാ ഡിപ്പ് ചെയ്യല്ലേ. ശരി, ഞാൻ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഒന്നും ചെയ്യല്ലേ. നമ്മളൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇത്രയും അറിയില്ല എത്ര ക്വാണ്ടിറ്റിന്ന് അറിയില്ല, കുറച്ച് ഉള്ളൂ. എന്നാലും നമ്മൾ വെച്ച് നോക്കാം. ഈ കേക്കിന്റെ കപ്പൊക്കെ ഉണ്ടല്ലോ, ഇവരിടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അത് ആ ലെവലിൽ നിൽക്കാത്ത കേട്ടോ. അതെ, ഓർമ്മയുണ്ടോ? അന്നൊരു വട്ടം എടുത്തിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് എന്ന് പറയുമ്പോൾ വിചാരിക്കും എന്താ ഫ്രിഡ്ജിലാണ് ഇതൊക്കെ വെക്കാന്ന്. പക്ഷെ സ്റ്റോറിംഗ് ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അതിന്റെ കാര്യം പറഞ്ഞു. എല്ലാ കപ്പിലൊക്കെ ഉണ്ടാവില്ല, എന്നാലും പിന്നെ നോക്കാം. ഇത്ര നമ്മൾ എടുത്തത് ഹെൽത്തിയാണ്. വെയിറ്റ് ചോക്കോ ചിപ്സ് ഇടാനിവിടെ എന്താ പറയുക, രണ്ടുപേരും കൂടി അടിയാണ്, മാറിയിട്ട്. ഓക്കെ, ഇതാ പ്രീഹീറ്റായി ഓവൺ. കൊണ്ടുപോട്ടെ ഞാൻ? എന്നാൽ കുറച്ച് ഇഷാന് കൊടുക്ക്, ഇഷാൻ കുറച്ചിട്ട് പോട്ടെ ലാസ്റ്റ്. അപ്പൊ നമുക്കിതിനി ഓവണിൽ വെക്കാം. ഓക്കെ, സ്കോ.